അപ്പോൾ ഈ ശത്രു വന്ന് വെല്ലുവിളിക്കുകയാണ്. ഫലസ്തീൻ ആരുടെ മക്കളാണ്? കസ്ലൂഹീമിൻ്റെ മക്കളാണ്. പേരൊന്നും കൊണ്ടിടല്ലേ, കസ്ലൂഹീമിൻ്റെ മക്കളാണ് ഫലസ്തീൻ. അപ്പോൾ അവർ ഭയങ്കര സീനുണ്ടാക്കി. പലപ്പോഴും ഈ ശത്രു ഇങ്ങനെയൊക്കെയാണ് നമ്മളോടും ചെയ്യുക. എന്തുണ്ടാക്കും? സീനുണ്ടാക്കും. ഒരു വലിയൊരുത്തനെ കൊണ്ട് നമ്മളും പലപ്പോഴും ഈ സീനുണ്ടാക്കുന്ന കണ്ടല്ലോ. ചിലപ്പം ചെല്ലുണ്ട് ഒരു കാര്യമില്ലാതെ എന്തോ ഉണ്ടാക്കും, ഒരു സീനുണ്ടാക്കും. ചില കല്യാണത്തിന് ചില അളിയന്മാരുണ്ട്, ഒരു സീനുണ്ടാക്കും. അളിയൻ അങ്ങ് പിണങ്ങി പോവുകയൊക്കെ ചെയ്യും. അപ്പോഴത്തേനും എല്ലാവരും കൂടെ പുറകെ ചെല്ലും, അളിയാ പോവല്ലെന്ന് പറയും. ഒറ്റ കാര്യമേ ഉള്ളൂ, ചേച്ചി എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ ചേട്ടൻ പൊക്കോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാൽ അളിയൻ ഫ്ലാറ്റാകും. അളിയൻ അങ്ങ് പൊക്കോളാൻ പറഞ്ഞാൽ മതി. എല്ലാവരും വിളിക്കും തോറും അളിയൻ അങ്ങ് ഗമ കൂടും. എടോ താനങ്ങ് പോടൂ എന്നൊക്കെ പറഞ്ഞാൽ സഭയിലിങ്ങനെ സീനുണ്ടാക്കുന്നവരുണ്ട്. നമ്മൾ ദൈവകൃപയാ ഈ സഭയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സഭ. ഈ ട്രഡീഷണൽ ചർച്ചുകളുണ്ട്, ഒരു കാര്യമില്ലാതെ എന്തുണ്ടാക്കും? സീനുണ്ടാക്കും. ഇതെന്തിനാണ് സീനുണ്ടാക്കുന്ന അവർക്ക് പോലും അറിയത്തില്ല. ഒരിക്കൽ ഒരു സഭയിൽ സീനുണ്ടായതാണ്. ഒരു പാഷയുടെ ഈ യാത്രയപ്പ്. അപ്പോൾ ഒരാളെ അങ്ങ് ഏൽപ്പിച്ചു. അന്നേരം പറഞ്ഞു നമുക്ക് ഏറ്റവും ലൈറ്റായിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ആ പൈസ കൂടെ ആർക്ക് കൊടുക്കാം? പാസ്റ്റർ കൊടുക്കാം. അങ്ങനെ പരിപ്പ് വടയും പഴവും തീരുമാനിച്ചു. ഒരാൾ പറഞ്ഞു എനിക്ക് പല്ലില്ല, എനിക്ക് ഉഴുന്നുവട വേണമെന്ന് പറഞ്ഞു. ഒരുത്തൻ എഴുന്നേറ്റ് പറഞ്ഞു നിനക്ക് പല്ലില്ലെങ്കിൽ ഞങ്ങളെന്താ വേണം? പരിപ്പ് വട മാത്രമേ ഉള്ളൂ. അയാൾ എഴുന്നേറ്റ് പറഞ്ഞു ആടിക്കിന് പല്ല് ഞാൻ താർക്കുമെന്ന് പറഞ്ഞു. പല്ലില്ലാത്തവൻ പറഞ്ഞു. സീനാണ്. എന്തോ കാര്യത്തിനാണ്? വേറെ ചർച്ച ചെയ്തൊരു പയ്യൻ എന്നോട് പറഞ്ഞാണ് കാർപ്പറ്റ് ഇടുന്നതിനെ പറ്റി ആലോചിക്കാൻ കൂടി ചുമന്ന കാർപ്പറ്റ് വേണോ, പച്ച വേണോ, നീല വേണോ? ചുരുക്കത്തിൽ ചുമപ്പും പച്ചയും നീലയുടെ പേര് 1.5 മണിക്കൂർ സീനുണ്ടായി. ഒടുവിൽ ഒരുത്തൻ പാർഷയുടെ തന്തയ്ക്ക് വിളിച്ചു. അപ്പോൾ എൻ്റെ ഒരു കൊച്ചിന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു പാർഷേ എനിക്കൊറ്റ കാര്യം പറയാനുണ്ട്, ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോവുക. ഒന്നാമത്തെ കാര്യം, കാർപ്പറ്റിൻ്റെ കളർ നിശ്ചയിക്കേണ്ടത് പൊതുയോഗം കൂടിയല്ല, നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനെ വിളിച്ചാൽ മതി. നമുക്ക് ഈ കാർപ്പറ്റിൻ്റെ കളർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നവർ കളർ തീരുമാനിക്കും. നമുക്ക് അതിനകത്ത് അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പാസ്റ്ററുടെ തന്തയ്ക്ക് വിളിച്ചവനോട് എനിക്ക് പറയാനുണ്ട്, ഈ ഒരു ദിവസത്തിൻ്റെ പേര് ഞങ്ങൾ എന്നും നിങ്ങളെ ഓർക്കും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉപദേശിയുടെ തന്തയ്ക്ക് വിളിച്ചത്. നിങ്ങളുടെ പിള്ളേരുടെ കല്യാണം വരുമ്പം നമ്മൾ പറയും ഇവൻ്റെ അച്ചായനാണ് ഉപദേശിയുടെ അപ്പന് വിളിച്ചത്. ഇവൻ്റെ കൊച്ചുമക്കളുടെ കാലം വരുമ്പം നമ്മൾ പറയും ഇവൻ്റെ വല്യപ്പനാണ് അന്ന് ഉപദേശിയുടെ അപ്പനെ വിളിച്ചത്. ഈ ഒരൊറ്റ സീൻ്റെ പേരിൽ എന്നും ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യും? ഓർക്കും. നമ്മൾ ചിലപ്പോൾ ഒരു സീനുണ്ടാക്കും. നമ്മൾ മറന്നാലും കാണുന്നവരെന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അല്ലേ? സീനുണ്ടാക്കാൻ എടുക്കരാ. ഒരു കാര്യമില്ലാതെ ചില വീട്ടിലൊരു സീനുണ്ടാക്കും. ചില പിള്ളേരുണ്ട് ചുമ്മാ സീനുണ്ടാക്കും. എനിക്കിപ്പോൾ ഐഫോൺ വേണം, എനിക്കിപ്പം വേണം, ഞാൻ കിട്ടിയില്ല, ഞാൻ കാണിക്കാം. എന്നിട്ട് കഥമൊക്കെ അടച്ച് ഒരൊറ്റ കയറ്റി അങ്ങനൊരു ഇരിപ്പും മിണ്ടാതൊരു ഇരിക്കുമോ? കഥ കട്ടച്ച് പിണങ്ങി ഒരു സീനുണ്ടാക്കുന്ന പിള്ളേരില്ലേ? ഉണ്ടാക്കുമോ? പലപ്പോഴും ഈ വീട്ടിൽ സീനുണ്ടാക്കുന്ന ആരാ? വീട്ടിൽ സീനുണ്ടാക്കുന്ന എപ്പോഴും ആരെ പ്രതിയാണ്? പിള്ളേരെ പ്രതി. അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യും, അപ്പൻ അതിനെ എതിർക്കും. സീന. വീട്ടിൽ സീനുണ്ടാക്കുന്ന മക്കൾ ഉണ്ടാക്കുമോ? ഉണ്ടാക്കും. മോളുണ്ടാക്കും ഇല്ലേ? ഞാൻ അമ്മയോട് ചോദിക്കും ഇല്ലേ? സീനുണ്ടാക്കുമോ? സീനുണ്ടാക്കും. വീട്ടിലൊരു സീൻ, ഒരു കാര്യമില്ല, ഒരു സീൻ, ചുമ്മാ ഒരു സീൻ അങ്ങ് ഉണ്ടാക്കും. ഇതുപോലെ ഗോലിയാത്ത് ആദ്യം ചെയ്ത എന്താണ്? അവർ ഇത്രയും വലിയൊരു സംഭവത്തെ കൊണ്ടു നിർത്തി ഒരു ഭയങ്കര സീൻ അങ്ങുണ്ടാക്കി. സീനുണ്ടാക്കി കഴിഞ്ഞിട്ട് അവരതിൻ്റെ സൈസ് കാണിച്ചു. എന്താണ് അവൻ്റെ സൈസിനെ കുറിച്ച് പറയുന്നത്? അവൻ്റെ 5000 ശേക്കറുള്ള താമ്ര കവചം, കാൽച്ചട്ട, ശിരസ്ത്രം, കൈ വലിയൊരു ടെലിഫോൺ പോസ്റ്റ്. ചുമ്മാ ഒരു ടെലിഫോൺ പോസ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ, അത്രയുണ്ട് അതിൻ്റെ നീളം, കുന്തം. ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നാൽ എന്തോ ചെയ്യും? പേടിച്ചു പോകത്തില്ലേ? ഒരു ടെലിഫോൺ പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നാൽ എന്തോ ചെയ്യും? പേടിക്കുമോ? സൈസ് കാണിക്കും. ഇതുപോലെയാണ് പലപ്പോഴും പിശാച് ചെയ്യുന്നത്. നമ്മൾ MRI ഒക്കെ ചെയ്താൽ യൂട്രസിനകത്തെ ഫൈബ്രോയിഡിൻ്റെ എന്ത് പറയും? സൈസ് 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ.
ഈ സൈസ് കാണുമ്പോഴാണ് പേടി വരുന്നത്. ഗ്രോത്തിൻ്റെ സൈസ്, കടത്തിൻ്റെ സൈസ്, പ്രശ്നത്തിൻ്റെ സൈസ്. അപ്പോൾ ഈ സൈസ് കാണിച്ച് അങ്ങ് പേടിപ്പിക്കും. അപ്പോൾ ആദ്യം അവർ ഒരു സീനുണ്ടാക്കി. അവർ വലിയൊരു എന്ത് കാണിച്ചു? സൈസ് കാണിച്ചു. ഈ സൈസ് കാണിച്ചിട്ട് അവർ ഒരുത്ത മുമ്പ് ഇന്ന് ഉറക്കെ പറയുകയാണ്, ഷൗട്ട് ചെയ്തു. എന്താ ചെയ്തത്? ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവൻ്റെ മുമ്പ് നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞു, ഷൗട്ട് ചെയ്തു. ആ ഷൗട്ട് ഭയങ്കര ഉച്ചത്തിലായിരുന്നു. വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്ത്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിൻ്റെ ചേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊണ്ട് വാ. എനിക്ക് എല്ലാവരോടും യുദ്ധം ചെയ്യേണ്ട, എനിക്ക് ആരെ മതി? ഒരുത്തനെ മതി. അത് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഈ ചലഞ്ച് വരുന്നത് എല്ലാവരോടും ആയിരിക്കത്തില്ല. ആരോടായിരിക്കും? ഒരുത്തനോടായിരിക്കും. ഒരു വീട്ടിൽ ചിലപ്പോൾ ഒരുത്തനോടായിരിക്കും പോരാട്ടം, ഒരുത്തനോടായിരിക്കും. അതെപ്പം തുടങ്ങുമെന്നറിയാമോ? അവൻ്റെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ മുതൽ തുടങ്ങും പോരാട്ടം. ഒരുത്തനെ എനിക്ക് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കി, സൈസ് കാണിച്ച്, സീനുണ്ടാക്കി, ഷൗട്ട് ചെയ്ത്, ഭയങ്കര ശബ്ദമുണ്ടാക്കി ഈ ഫെലിസ്ത്യൻ വന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഫെലിസ്ത്യൻ വന്ന് അതിൻ്റെ 16-ാമത്തെ വാക്യം, അതെല്ലാവരും ഉറക്കെ വായിക്കണേ. നിൽക്കി 1 ശമൂവേൽ 17:40 എല്ലാവരും ഉറക്കെ വായിച്ചേ. വേദോസം തുറന്നിട്ട് 1 ശമൂവേൽ 17:40. പേന കൊണ്ട് ചെറിയ അടിവര ഇട്ടാലും കുഴപ്പമില്ല. 1 ശമൂവേൽ 17:40. ആ ഫെലിസ്ത്യൻ 40 ദിവസം, അടുത്തത് അടിവര ഇട്ടേ, 40 ദിവസം. അടുത്തത് ആ വാക്കാ എനിക്ക് വേണ്ടത്. എന്താണ്? ഉറക്കപ്പറ. 40 ദിവസം 16 കറക്റ്റ്. 40 ദിവസം മുടങ്ങാതെ. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, മുടങ്ങാതെ. മക്കളെ എല്ലാവരും ഒന്ന് പറഞ്ഞ് ഉറങ്ങരുത്. 40 ദിവസം മുടങ്ങാതെ. ഒന്നുകൂടെ പറഞ്ഞേ, 40 ദിവസം മുടങ്ങാതെ. എപ്പോഴൊക്കെ? രാവിലെയും വൈകിട്ടും. അപ്പോൾ എത്ര പ്രാവശ്യം വന്നു? 80 പ്രാവശ്യം വെല്ലുവിളിച്ചു. ഇവിടെ ദൈവമക്കൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഈ 40 ദിവസവും ഈ ഫെലിസ്ത്യൻ്റെ വെല്ലുവിളിക്ക് എന്തോ ഉണ്ടായില്ല, മുടക്കം ഉണ്ടായില്ല. ദൈവമക്കളെ, മുടക്കം ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം ഇന്ന് മഴയാണ്, ഭയങ്കര മഴയാണ്. ഇന്ന് പോകുന്നില്ലെന്ന് ഫെലിസ്ത്യൻ തീരുമാനിച്ചോ? ഇല്ല. ഇന്ന് ഭയങ്കര ചൂടാണ്, പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഇല്ല. പകലൊക്കെ ഇതിനകത്ത് വന്നിരുന്ന എന്തോ ചൂടാണ്, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഇല്ല. 40 ദിവസവും എങ്ങനെ വന്നു? മുടങ്ങാതെ വന്നു, രാവിലെയും വൈകിട്ടും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഉപവാസ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എത്ര പേരുണ്ട്? മുടങ്ങാത്ത ഒരു വെല്ലുവിളി നടക്കുക, അത് നമ്മൾ മറന്നു പോകല്ലേ. 40 ദിവസം അവർ മുടക്കിയില്ല. മഴയാന്ന് പറഞ്ഞില്ല, ബന്ധാന്ന് പറഞ്ഞില്ല, ഒരു തലവേദന തോന്നുന്നു എന്ന് പറഞ്ഞില്ല, വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. 40 ദിവസം മുടങ്ങാത്ത വെല്ലുവിളി. ഇവിടെയാണ് കോവിഡാനന്തര ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്. മുടങ്ങാത്തൊരു വെല്ലുവിളി അപ്പുറത്ത് നടക്കുന്നുണ്ട്. ദൈവമക്കൾ എന്ത് ചെയ്യണം? മടുക്കാതെ പ്രാർത്ഥിക്കണം. മുടങ്ങാത്ത ഒരു വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുക. മടുക്കാതെ പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഞാൻ എൻ്റെ സഭയിൽ 100 ദിവസത്തെ പ്രാർത്ഥന നടന്നപ്പോൾ ഒരു പാവം പിടിച്ച കർഷകൻ അച്ചായനുണ്ടായിരുന്നു. അദ്ദേഹം പകല് ജോലിക്ക് പോകും, പക്ഷെ 100 ദിവസവും വൈകിട്ട് അങ്ങനെ വന്നു. പാവം പിടിച്ചനാ, ചെരുപ്പ് പോലും ഇടാത്തൊരു മനുഷ്യൻ, കൃഷിക്കാരനാ. 100 ദിവസം വന്നു. എനിക്കങ്ങ് സന്തോഷമായി. ഞാൻ ബഹുമാനായ പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണി സാറിനെ വിളിച്ച് അദ്ദേഹത്തിനെ പൊന്നാട അണിയിപ്പിച്ചു. കാരണം 100 ദിവസം എന്ത് ചെയ്തു വന്നു? മുടങ്ങാതെ വന്നു. വേറെ കാര്യമൊന്നുമില്ല, മുടങ്ങാതെ വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയുക, മടുക്കാതെ അവർ വെല്ലുവിളിക്കും. മുടങ്ങാത്ത ഒരു വെല്ലുവിളിക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കണം.
ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. ആവോളം പ്രാർത്ഥിച്ചേ. കുറച്ച് മിനിറ്റ് രാവിലെയും വൈകിട്ടും വെല്ലുവിളിയാ. ഇവിടെ 21 ദിവസം ഉപവാസമാണ്. 21 ദിവസം പങ്കുചേർന്ന് എത്ര പേരുണ്ട്? മുടങ്ങാതെ വെല്ലുവിളിക്കുക, മുടങ്ങാത്ത വെല്ലുവിളിയാ. അവർക്കൊരു ദിവസവും മടുപ്പില്ല. പനിയാന്ന് പറഞ്ഞില്ല, കൊച്ചിന് പരീക്ഷയാന്ന് പറഞ്ഞില്ല, വെയിലാന്ന് പറഞ്ഞില്ല, മഴയാന്ന് പറഞ്ഞില്ല, ബന്ധാന്ന് പറഞ്ഞില്ല, നടുവേദനയാന്ന് പറഞ്ഞില്ല, ക്ഷീണമാന്ന് പറഞ്ഞില്ല. മുടങ്ങാത്ത ഒരു വെല്ലുവിളിക്ക് മുമ്പിൽ ലൂക്കോസ് 18:1 മടുക്കാതെ പ്രാർത്ഥിക്കണം. മടുക്കാതെ 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 മുടങ്ങാത്ത വെല്ലുവിളിക്ക് മുമ്പിൽ മടുക്കാതെ പ്രാർത്ഥിക്കാൻ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് മുഴങ്കാല ഇരിക്കാവുന്നവർ മുഴങ്കാലിൽ ഇരുന്ന് പ്രാർത്ഥിച്ച്. മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാവുന്ന കുഞ്ഞു മക്കൾ എല്ലാവരും മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച്. മുഴങ്കാലിൽ എഴുന്നേറ്റ് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച്. നല്ലൊരു മുഴങ്കാലിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച്. പ്രായമുള്ളവരെല്ലാം വയ്യാത്തവരെല്ലാം കസേരയിരുന്നു, ആകുന്നവർ മാത്രം, അല്ലാത്തവരെല്ലാം അല്ലാതെ പ്രാർത്ഥിക്കണം. പക്ഷേ അങ്ങ് പ്രാർത്ഥിക്കണം. ഇനിയുള്ള 2-3 ദിവസം, ഇന്ന് എത്രാമത്തെ ദിവസം? പക്ഷേ 19 രാവിലെയും വൈകിട്ടും മുടങ്ങാതെ വരണം. മറ്റത്യാവശ്യങ്ങളോ മാറ്റിവെക്കാൻ ഒക്കുന്ന എല്ലാം മാറ്റിവെച്ച് മുടങ്ങാതെ വരണം. എന്താ അപ്പുറത്തൊരു വെല്ലുവിളി? നിൻ്റെ വീട്ടിലെ ഒരുത്തന് നേരെ മുടങ്ങാത്ത ഒരു വെല്ലുവിളിക്ക് മുമ്പിൽ മടുക്കാതെ പ്രാർത്ഥിക്കണം. മുഴങ്കാലി പ്രാർത്ഥിക്കണം. ശബന ഹതന റിഗന വലിയ വെല്ലുവിളിയാണ് അത്. ഭാരതത്തിൻ്റെ ക്രൈസ്തവ സഭയ്ക്ക് നേരെ ഒരു വെല്ലുവിളിയായി മണിപ്പൂരിൽ തുടങ്ങി. സഭ ഇനി മടുക്കാതെ പ്രാർത്ഥിക്കണം. അത്തലവച്ചല വൈഡപരം തല റീകനകം തന റീകൽക്കാരം വൈഡപരന്തം ധേരപരക്ഷം. മുടങ്ങാത്ത വെല്ലുവിളി. ഫലസ്തീന് മുടക്കമില്ല. അവർക്ക് ദിക്കേ രഗനേ ശഗനേ ദിഗനേ രഗജേ രഗനേ ദിഗനേ രഗജേ രഗനേ ദിഗനേ. അവർക്ക് ധാരം 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 ശേരം ഭാരം ധേരം ഭാരം. മുടങ്ങാത്ത വെല്ലുവിളി. കുഞ്ഞുങ്ങളെ എല്ലാവരും പ്രാർത്ഥിച്ച്. ഫലസ്തീനിൽ നിന്ന് വെല്ലുവിളിക്കുക. എനിക്ക് ഒരുത്തനെ വേണം. ആ ഒരുത്തൻ അർക്കം ധേരം 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 ധീകൻ ധാരം ധേരം ധേരം. മടുക്കരുത്. നിങ്ങളുടെ ആരോഗ്യത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, വിദ്യാഭ്യാസത്തിന് നേരെ, ഭാവിക്ക് നേരെ, അവിടെ സ്വഭാവശുദ്ധിക്ക് നേരെ, മക്കളുടെ കുടുംബജീവിതത്തിന് നേരെ മുടങ്ങാത്ത ഒരു വെല്ലുവിളി. ആരോഗ്യത്തിന് നേരം ഉള്ള വെല്ലുവിളികൾ, മക്കളുടെ വിദ്യാഭ്യാസ ഭാവിയെ നശിപ്പിക്കുന്ന വെല്ലുവിളികൾ, തലമുറകൾ ഉണ്ടാകാതുള്ള വെല്ലുവിളികൾ, കുടുംബ ഭദ്രതയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ, സ്വഭാവശുദ്ധിക്കെതിരെയുള്ള വെല്ലുവിളികൾ, സഭയ്ക്കെതിരെയുള്ള വെല്ലുവിളികൾ.
അത്തക്കേര ശക്കത്താര ദിക്കത്താന റെക്കത്തേരി ബന്ധക്കാന റേഖദ്ധാരം ധാരപരന്തം ധീരക്കാരം വൈടത്താരം കൂടം ധേരം 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 ധീരം ഭാരം 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 ബൗഡം ധാരം ഭൗഷം ഭാരം വൈടം അർക്കത്തേര തേര തേരം. ആരും ഉറങ്ങരുത്, ആരും വെറുതെ ഇരിക്കരുത്. ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച് മക്കളെല്ലാം കണ്ണടച്ച് ശബ്ദം ഉയർത്തിക്കേ.
റിക്ക റക്ക രഗല രഗന റിഗല രഗന ഊടഭാര ധീരഭാര അന്തരാജ ധേര 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 ഘേരം അത്തഭാരം ചില വെല്ലുവിളികൾ, രോഗബന്ധനങ്ങൾ, ആരോഗ്യത്തിന് നേരെയുള്ള വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകലിൽ മുട്ടുമടക്കട്ടെ. രാജ രക്ക രേജി കൂടകച്ച വേരഗന്ധ Glory! 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 കർത്താവിന്റെ പരിശുദ്ധാത്മാവിലേക്ക് തരുന്ന ആത്മീയ നിയോഗം നിരന്തരമായ ചില വെല്ലുവിളികൾക്ക് മുമ്പിൽ ഇന്നത്തെ ഈ മടുക്കാത്ത പുഴങ്കാലി പ്രാർത്ഥനയ്ക്കകത്ത് അത്ഭുതകരമായ സൗഖ്യങ്ങൾ. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചേ, ഈ അവസരം കളയരുത്. ഭയങ്ങൾ, മാനസിക പ്രയാസങ്ങൾ വിട്ടുപോട്ടെ. ധീര രക്ഷ സന്ത രക്ക റിക്ക രാജ റൈഡ് Ekam dirabala duribana shabanaka diragana എല്ലാ താഴ്വരയിലെ വെല്ലുവിളി
ഓ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഉദ്ധരിക്കപ്പെടട്ടെ. ഈ ആലയത്തിന്റെ 4 ദിക്കുകളിൽ നിന്നും ആത്മാക്കൾ വരട്ടെ. ഓ അദൃശ്യ മണ്ഡലത്തിൽ മുഴങ്ങുന്ന വെല്ലുവിളികൾക്ക് അതിൽ ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് അതിന്റെ മുകളിലേക്ക് കയറട്ടെ. കുഞ്ഞുങ്ങളെ, മുടങ്ങാത്ത ഒരു വെല്ലുവിളിയുണ്ട്. 40 ദിവസം രാവും പകലും. അതുകൊണ്ട് ദൈവസഭ കുറച്ചുകൂടെ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർവില്ലെന്നല്ല, മുടങ്ങാത്ത ഒരു വെല്ലുവിളിക്ക് മുമ്പിൽ മടുക്കാതെ പ്രാർത്ഥിക്കണം. മടുക്കാതെ പ്രാർത്ഥിക്കണം. മടുക്കാതെ പ്രാർത്ഥിക്കണം. ആ വെല്ലുവിളി ഒരുത്തനെതിരെയുള്ള ഒരു വെല്ലുവിളിയാ. എനിക്ക് ആ ഒരുത്തനെ വേണം, ഒരുത്തനെ വേണം, ഒരുത്തനെ വേണം, ഒരുത്തനെ വേണം. ഒരുത്തനെ വിട്, ഒരുത്തനെ വിട്, ഒരുത്തനെ. ഷബ ലക ദിര വന. ചില കുഞ്ഞുങ്ങളെ നേരെ നാളുകളായിട്ടുള്ള വെല്ലുവിളികൾ. റബന ഹദന റിഗന റബന ഹദന റിഗന റബന ഹദന റിഗന. സഭയ്ക്കെതിരെ മുടങ്ങാതെയുള്ള വെല്ലുവിളികൾ. ഇന്ന് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മടുക്കാത്ത പ്രാർത്ഥനയിൽ, ഈ മുഴങ്കാൽ യുദ്ധത്തിൽ ചില ഫെലിസ്ത്യ മല്ലന്റെ മുടങ്ങാത്ത വെല്ലുവിളികൾ കീഴടങ്ങട്ടെ. ദുഷ്ടന്റെ ആശ ഇല്ലാതാകട്ടെ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ പൂർത്തീകരിക്കുമെന്നുള്ള വാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മുടങ്ങാത്ത മുഴങ്കാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. എല്ലാവരും ദൈവസന്ധ എഴുന്നേറ്റ് ഇന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. കണ്ണു തുറന്ന് ആരും നിൽക്കരുത്, അലക്ഷ്യഭാവത്തോടെ നിൽക്കരുത്. ഈ സമയത്ത് ദൈവം ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ, ദേശത്ത്, ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യും. ഓ അതകന റിബനക റബലക ധീരകന. 19ാമത്തെ ദിവസം ദൈവത്തിൻ്റെ ശക്തി, ചില വെല്ലുവിളികളെ ഇല്ലാതാക്കുന്ന ശക്തി. ആത്മസ്നാനം, പരിശുദ്ധാത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാത്ത എല്ലാവരും ഒന്നുകൂടെ പറയട്ടെ. പരിശുദ്ധാത്മസ്നാനം അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാത്ത എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അധരങ്ങളെ തുറക്കണം. കരങ്ങൾ അടിച്ച് സ്തുതിച്ചേ. അധരം തുറന്ന് സ്തുതിച്ചേ. വാ തുറന്ന്. കാൽവരി രക്തം, കാൽവരി രക്തം, അത്ഭുത രക്തം, വിടുതലിൻ രക്തം, സൗഖ്യത്തിൻ രക്തം, അത്ഭുത മന്ത്രി, വീരണ ദൈവം. കുഞ്ഞുങ്ങളെ കണ്ണടച്ച് ആരാധിക്ക. നിനക്കെതിരെയുള്ള വെല്ലുവിളി, നിന്റെ ഭാവിക്കെതിരെയുള്ള വെല്ലുവിളി,
Rigalaka Durabana Shakanaka Digana Digana Bauda Buda Vara Digo Vara Mandala Raja Buda Vara Digo Vara Adagana Rigane ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഉടവന ദിഗനെ എല്ലാ കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചേ. മുടങ്ങാത്ത ഒരു വെല്ലുവിളി. നമ്മൾ മടുക്കാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കും, മടുക്കാതെ ആരാധിക്കും. ആമേൻ. 19, 20, 21 ദിവസങ്ങളിൽ മുടങ്ങാതെ വരണം. ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോകണ്ടാത്തവർ ഇവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കണം. മടുക്കാതെയും മുടങ്ങാതെയും പ്രാർത്ഥിക്കുമ്പോൾ ചില വെല്ലുവിളികളുടെ പത്തികൾ മടങ്ങും. രബ റിക രബ നഗ ദിര ബന ഷബ ലഗ ദുരി ബന രഗ നഗ അഥ രഗ നഗ ധര ജഗ നഗ. സൈസ് കാണിച്ച് പേടിപ്പിച്ച, അവൻ്റെ വലിപ്പം കാണിച്ച് ഭയപ്പെടുത്തി, സൗണ്ട് ഉണ്ടാക്കി ഭയപ്പെടുത്തി, മടുക്കാതെ ഭയപ്പെടുത്തി, മുടങ്ങാതെ ഭയപ്പെടുത്തിയെങ്കിൽ ഭയം കൂടാതെ ദൈവജനം മടുക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. ആത്മാവിൽ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ. കുഞ്ഞുങ്ങളെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കാരണം നിനക്കെതിരെ മുടങ്ങാത്തൊരു വെല്ലുവിളി അദൃശ്യമണ്ഡലത്തിൽ നടക്കുക. ആമേൻ, ആമേൻ. എന്തിനാണ് ഈ നിരന്തര പ്രാർത്ഥന? എന്തിനാണ് 4 ദിക്കുകളിലും പോയി പ്രാർത്ഥിച്ചത്? എല്ലാ വർഷത്തെയും ഒരു പതിവ് പ്രോഗ്രാമാണോ? അല്ല. ചില മുടങ്ങാത്ത വെല്ലുവിളി കണ്ടുകൊണ്ട് സഭ ഒരുമിച്ച് മടുക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. നാം സ്തുതിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു യുദ്ധം നടത്തുക. ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ പാഴ്സി ദേശത്തിൻ്റെ പ്രഭുവിനെ എതിർക്കുവാൻ ദൈവം ദൂതനെ അയച്ചതുപോലെ അന്തരീക്ഷ മണ്ഡലത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ. ആമേൻ, 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 ആമേൻ.